ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോൾ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനും അത് 2 വിഭാഗക്കാർ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. മേഡം എന്താ സംഭവിച്ചത്? മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക. ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യാന്നുള്ള ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരനെ ആക്രമിച്ചു. പിന്നെ ആക്രമിക്കാൻ? ഇപ്പൊ സമരക്കാർ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് അപലപിക്കപ്പെടേണ്ടതാണ്. അഡ്മിറ്റ് ചെയ്യണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.